ഹലോ ഗായ്സ്, എല്ലാവർക്കും ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെറുതുരുത്തിയുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛനൊരു കുട്ടി സർപ്രൈസ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫർണിച്ചറായിട്ട് ഒരു ഈസി ചെയർ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൈസയുണ്ട് കൂടെ. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചെയർ നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഫൈനലി നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് ഈസി ചെയറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്കൊരു ചെയർ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാന്ന്. നമുക്ക് ഇതിന് 2 ബെൽറ്റ് ഉണ്ട്. അത് തേക്കിന്റെ കേട്ടോ. നമ്മൾ നിലമ്പൂര് ടീക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ബെൽറ്റും കൂടി കൂടും. അപ്പോൾ നമുക്കൊരു 1000 റുപ്പീസും കൂടി ആഡ് ആവും. ഇത് നമ്മളെ എക്സിബിഷൻ ഹോളിലൊക്കെ നമുക്കൊരു 20-ന് മുകളിൽ വില വരുന്നതാണ്. നമുക്ക് ഓഫറുണ്ട്. 2 ബെൽറ്റ് വരുമ്പോൾ 7,990. 3 ബെൽറ്റ് വരുമ്പോൾ 8,990 ഓഫർ പ്രൈസ്. ഇത് കടന്നു നോക്കിയിട്ടുണ്ട്. നമുക്ക് ടീനൊക്കെ കറക്റ്റ് ഇങ്ങനെ കാണാം. അടിപൊളിയായിട്ടാണ് ഫുള്ള് നിലമ്പൂർ ടേക്കാണ്. ശരിക്ക് നമുക്ക് പ്രീമിയം സെഗ്മെന്റ് ആണ്. ഇപ്പൊ ഈ മോഡൽ ഈ റേറ്റ് കണ്ടിട്ട് നമുക്ക് ചെന്നൈ, അതേപോലെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇതൊക്കെ നമ്മൾ കൊറിയറും അല്ലാതെ സെപ്പറേറ്റ് ഇവിടുന്ന് പോകുന്നുണ്ട്. എക്സ്പീരിയൻസ് ശരത്തേട്ടം പറയും. എങ്ങനെയുണ്ട്? മാക്സിമം എത്ര പോകും നോക്കട്ടെ. ഉറങ്ങാൻ പറ്റുമോ? എടുത്തിരുന്നു നോക്കിയൊക്കെ അതിലിരുന്നു. അത് തന്നെ നമ്മൾ 3 ബെൽറ്റിനെയാണ് നോക്കി വെച്ചത്. ഹായ്, ഉറങ്ങപ്പോ. നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിന്റെ നെയിം കിടിലമണി. സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മള് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കാണ്. അമ്മയ്ക്ക് ഇഷ്ടമായോ? ഒരുപാട് അച്ഛനെ ഞെട്ടിക്കുള്ള പരിപാടിയാണ്. ഞെട്ടിക്കാനുള്ള പരിപാടിയാണ്. ഞെട്ടുമെന്ന് അറിയില്ല. വീട്ടിലെത്തി. ഇനി നമുക്ക് സർപ്രൈസ് കൊടുക്കണം അല്ലേ അമ്മ? അതെ, കൊടുക്കണം. അപ്പോ നമ്മളത് അച്ഛനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളത് റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ ഹാളിലേക്ക് കൊണ്ടുവരണം. അല്ല, ബാൽക്കണിയിലല്ലേ? അപ്പൊ ബാൽക്കണിക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈശു ശരത്തേനെ സെറ്റ് ചെയ്യും. പിന്നെ അച്ഛനെ നമ്മളിനി മുകളിലേക്ക് എത്തിക്കണം. എന്ത് പറഞ്ഞെത്തിക്കും? വ്ളോഗ് എടുക്കാൻ പറയാം. ഗിഫ്റ്റ് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഇങ്ങനെ ചെയർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത്താ അമ്മ ഞാനിത് വിചാരിച്ചിരുന്നു. അപ്പേക്ക് അമ്മ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അല്ലേ, ആരുടെ വ്ളോഗ് കണ്ടത്? എന്താ KL ഋതിക്. അപ്പൊ അമ്മ അവരെ വ്ളോഗ് കണ്ടിട്ട് ഇങ്ങനെ ഈ ചെയറിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് വേഗം പോയിട്ട് എടുത്തു. അപ്പൊ ഇനി അച്ഛന്റെ മൊമെന്റ്സ്, അതെ, ചെറുതുരുത്തി പോയിട്ടാണ്. അത് നമ്മള് വീഡിയോയിൽ കണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് അച്ഛനത് കൊടുക്കുന്നത് കാണാം. ഓക്കെ, അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ഛനെ ഇന്ന് കൊണ്ടുവരണം. ആ മുക്കില് പൊക്കോ. അപ്പൊ അതാ അച്ഛനും അമ്മയും നടന്നു വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നാളെ പിറന്നാളാണ്. അതെ, ആ പിറന്നാളിന്റെ ഒരുക്കങ്ങളായിട്ടാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോ നാളെ രാവിലെ നേരത്തെ എണീക്കണം. നമ്മുടെ തിരുമേനി വരും. അതെ, വീട്ടിൽ വെച്ചിട്ട് ഒരു ഗണപതി ഹോമം, ഭഗവത്സേവ, അങ്ങനെയുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈശും ശരത്തേട്ടനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ പിറന്നാളിന്റെ പ്ലാനിങ്സും ഒക്കെ നമുക്ക് അറിയിക്കണം. എന്താ വൈശു അച്ഛന്റെ ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? ജന്മദിനാശംസകൾ നേരെയാണ്. അച്ഛന്റെ റോക്കി അവിടെ അച്ഛനോട് ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊള്ളുന്നു. അല്ല അച്ഛാ, എല്ലാവർക്കും ഇവിടെ വന്നിരിക്കാം. എന്നിട്ട് നമുക്ക് പറയാം എന്തെങ്കിലും. എന്താണ് ശരത്തേട്ടന് പറയാനുള്ളത്? ഹലോ, എന്താണ് പറയാനുള്ളത്?
പറയാനുള്ളത് എന്താ നീപ്പോ നമുക്ക് നേരത്തെ കിടത്തണം, നാളെ നേരത്തെ എണീക്കണം. നേരത്തെ എണീക്കണം. എല്ലാവരും ഇരിക്കൂ. പറയുന്നേ സുഖാണ്. പിന്നെന്തൊക്കെയുണ്ട്? നാളെ ഒരു വിശേഷമുണ്ട്. പിറന്നാളാണ്. പിറന്നാളായിട്ടുള്ള ഓക്കെ. അപ്പൊ അച്ഛൻ ഇങ്ങോട്ട് വരാ, അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അല്ല അമ്മ? ആയിക്കോട്ടെ, ചോദിച്ചതിന് മാത്രമേ പറയുള്ളൂ. രവീഷു എന്താണ് പറയാനുള്ളത്? ഇത് ബാർബർ ഷോപ്പത്തെ ഇത് തുറക്കാനുള്ളതാണോ? പൊളി. ഇല്ല അച്ഛത് കണ്ടില്ല, ഇത്ര വലിയൊരു സാധനം. ഞാൻ ഇതൊക്കെ ആക്കി വെച്ചെടുത്ത് വിചാരിച്ചു. ഇരിക്കൂ. എന്താണ് പറയാനുള്ളത്? അതെ, ചാരി ഇരിക്ക, TV കാണ. പൊളിച്ചോ? പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലല്ലോ. വന്നപ്പോഴും കൂടി അറിഞ്ഞില്ല. അതാണ് അങ്ങനെ വേണം. കാരണം തുണി തോരിടുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, കാണാതിരിക്കാൻ വേണ്ടിട്ട് അത് മറച്ചു വെച്ചാന്ന് വിചാരിച്ചു. അല്ല, അത് ഞാൻ അങ്ങോട്ട് മാറ്റി. അപ്പൊ ഇത് തുണി ഇട്ടതാണ്. എല്ലാവർക്കും പറഞ്ഞ അതെ ഞങ്ങളുടെ എല്ലാവരുടെ ഐഡിയ ആണ്. ശ്രീമതി ഈ പരിപാടിക്ക് വെള്ളവും വെളിച്ചൊന്നും സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഞങ്ങള്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, പട്ടാമ്പി കോളേജിൽ ഐഡന്റിറ്റി കാർഡ് വാങ്ങാൻ പോവാൻ. പക്ഷെ ഞാൻ അന്ന് അച്ഛനോട് പറയാതെ പോയില്ലേ. അപ്പൊ അച്ഛൻ വൈശുവിനോട് ചോദിച്ചില്ലേ, സത്യം പറ എന്തിനാ പോണെന്ന്. അന്ന് ഞങ്ങൾ ഇതിനായിരുന്നു പോയിട്ട്, കോളേജിക്കല്ല. അതെ, എങ്ങനെയുണ്ട്? കാരണം ഒരു വെറൈറ്റി ചെയർ ആണ്. ഈസി ചെയർ എന്നാണ് അതിന്റെ പേര്. അതെ, എങ്ങനെയുണ്ട്? കാരണം നമുക്ക് താഴത്ത് ഒക്കെ ഒരു TV കാണണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് ഇരിക്കാൻ പറ്റിയൊരു അല്ലേ? വളരെ നല്ല ഐഡിയ. അയ്യോ, ഞാൻ എന്താ പറയുന്നത്? യൂട്യൂബില് കാണാറില്ലല്ലോ. അതെ, കിടക്കുന്ന ആൾക്ക് കൊടുക്കൂ. ഇനി ഇതിൽ അച്ഛൻ കിടക്കുമോ അതോ മകൻ കിടക്കുമോ? ഇതിനിപ്പോ ഞങ്ങൾക്ക് ആദ്യം വന്നിരിക്കുന്നവർക്ക് സീറ്റ് കിട്ടും. ഇഷ്ടമായോ? അതെ, വേറെ ഒന്നും കൂടി ഇതല്ല, അമ്മയുടെ സെലക്ഷനിൽ വേറെ ഒന്നും കൂടി അമ്മ എടുത്തിട്ടുണ്ട്. അമ്മക്ക് ഈ ഗിഫ്റ്റില്ലേ എത്ര തിരഞ്ഞിട്ടും 2-3 ഷോപ്പ് ഇറങ്ങി കയറി, എന്നിട്ടാണ് അമ്മക്ക് അച്ഛൻ തന്നെയല്ലേ ഇടാറുണ്ടായിരുന്നു ഒരു കാലത്ത്. ആദർശിന്റെ ഒരു ഉപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഒന്ന് ഓപ്പൺ ചെയ്യും, എങ്ങനെ എന്താണെന്ന് അറിയില്ല. ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന്റെ വേസ്റ്റ്. അതെ, ശരത്തേന് വേസ്റ്റ്, അമ്മൂന് തോർത്ത്. അത് ശരിയാവുന്ന ഒരു പരിപാടിയല്ല. രാവിലെ തൊട്ടതിലായിരിക്കോ? എങ്ങനെയുണ്ട്? നല്ല സുഖം. അടിപൊളി, സൂപ്പർ ആയിട്ടല്ലോ. അത് ഞെട്ടിച്ചു ഈ ഫോട്ടോ. അടിപൊളി ആയിട്ടുണ്ടാവും. അച്ഛപ്പ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. ഒരു ബൈ പറയൂ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ.